അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, എൻ്റെ കഥ കേൾക്കാൻ വന്നിരിക്കുന്ന കൂട്ടുകാരെ, എന്നെ സ്നേഹിക്കുന്ന മാതാപിതാക്കളെ, ഞാനൊരു കൊച്ചു കഥ പറയുകയാണ്. തെറ്റുകൾ വന്നാൽ നിങ്ങൾ ക്ഷമിക്കണം. ഞാൻ കഥ പറയട്ടെ. ഒരുപാട് വിഭവസമൃദ്ധമായ ഭക്ഷണവുമായി തൻ്റെ ഭാര്യയോടൊപ്പം ഭക്ഷണം കഴിക്കുന്നതിനിടെ അവിടേക്കൊരു യാചകൻ കയറി വന്നു. ആ യാചകനെ ആ യുവാവ് ആട്ടിപ്പുറത്താക്കി. ഒന്നും തന്നെ കൊടുത്തില്ല. വളരെ ധിക്കാരവും സുഖസുന്ദരമായ ജീവിതവും നയിച്ചിരുന്ന ആ യുവാവിന്റെ ദാമ്പത്യ ജീവിതത്തിൽ പിന്നെ എന്താണ് സംഭവിച്ചതെന്നറിയണ്ടേ? നിങ്ങളൊക്കെ ഈ കഥ കേൾക്കാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയല്ലേ? എന്നാൽ പിന്നെ സംഭവിച്ചത് എന്തെന്നറിയോ? ആ യാചകന് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ കഴിഞ്ഞിട്ടും ആട്ടിപ്പറഞ്ഞയച്ച ആ യുവാവിന് പിന്നീട് സംഭവിച്ചത് അദ്ദേഹത്തിന്റെ കുടുംബ ബന്ധം തകരുകയും അയാളുടെ സമ്പത്ത് നശിക്കുകയും ചെയ്തു. മാത്രമല്ല, അയാളുടെ ഭാര്യ വേറൊരുത്തനെ വിവാഹം കഴിക്കുകയും ചെയ്തു. അങ്ങനെ കാലങ്ങൾക്ക് ശേഷം ഒരു ദിനം ആ സ്ത്രീ രണ്ടാം ഭർത്താവുമായി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനിടെ ഒരു യാചകൻ അതിലൂടെ കടന്നു വരാനിടയായി. മുന്നിലും ഉണ്ടായിരുന്നു ട്ടോ നല്ല നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങള്. അങ്ങനെ ആ യാചകൻ കയറി വരുന്നതിനിടെ ഭർത്താവ് പറഞ്ഞു, നീ ഈ ഭക്ഷണമെല്ലാം ആ യാചകന് കൊടുക്ക്. അങ്ങനെ ആ ഭക്ഷണവുമായി യാചകനെ സമീപിച്ചപ്പോൾ ഞെട്ടിപ്പോയി. അത് അവളുടെ മുൻ ഭർത്താവായിരുന്നു. അന്നൊരിക്കൽ യാചകനെ ആട്ടിയോടിച്ച ആ മനുഷ്യൻ. അവൾ ആ വാർത്ത തൻ്റെ രണ്ടാം ഭർത്താവിനെ അറിയിച്ചപ്പോൾ അയാൾ പറഞ്ഞു, അന്ന് അയാൾ ആട്ടിയോടിച്ച ആ യാചകൻ ഞാനായിരുന്നു. അയാൾക്ക് അന്നുണ്ടായ സമ്പത്ത് മാത്രമല്ല, ഭാര്യയെയും അള്ളാഹു എനിക്ക് നൽകിയിരിക്കുന്നു. അയാളുടെ നന്ദി കേടുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇതിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് കൂട്ടുകാരെ? സമയവും സന്ദർഭവും എപ്പോൾ വേണമെങ്കിലും മാറി മറിഞ്ഞേക്കാം. ഉള്ളതുകൊണ്ട് സ്വതക്ക ചെയ്യാനുള്ള ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ ഒരു നല്ല മനസ്സിന് ഉടമയായി നമുക്ക് ജീവിക്കാൻ കഴിയുകയാണെങ്കിൽ തീർച്ചയായും പടച്ച റബ്ബ് നമ്മളെ കൈവിടില്ല. ഇത്രയും പറഞ്ഞ് എൻ്റെ ഈ കൊച്ചു കഥ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.